ഇതിൽ യൂസ് ചെയ്യുന്ന ഈ കോർക്ക് എയർ റൈഫിളിൽ ഇട്ട് പൊട്ടിക്കാൻ പോകും. വെൽക്കം ബാക്ക്. എൻ്റെ പേര് അജ്മൽ ഷാജഹാൻ. ഞാൻ ഇന്ന് ചെറിയൊരു എക്സ്പെരിമെൻ്റ് ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഈ സാധനം എങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിൽ ഒരു ലിവർ ഉണ്ട്. നമ്മൾ ഈ സാധനം ഇത് വലിച്ചതിന് ശേഷം ഇതിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു കോർക്ക് വയ്ക്കും. കോർക്ക് വെച്ചിട്ട് പ്രസ് ചെയ്യുമ്പം ഇതിൻ്റെ അകത്തുനിന്നൊരു പിന്ന് വന്ന് കോർക്കിലിടിച്ച് പൊട്ടി സൗണ്ട് വെക്കുന്ന സെറ്റിംഗ്സ് ആണ് ഈ സാധനത്തിനകത്തുള്ളത്. ഇതിൽ യൂസ് ചെയ്യുന്ന ഈ കോർക്ക് എയർ റൈഫിളിൽ ഇട്ട് പൊട്ടിക്കാൻ പോകണം. അത് എങ്ങനെ ഇരിക്കുന്നു? എയർ റൈഫിൾ മാത്രമല്ല, എയർ റൈഫിളിലും എയർ റിവോൾവറിലും കോർക്ക് വെച്ച് പൊട്ടിക്കാൻ പോകണം. അപ്പം സംഭവം എന്താണെന്ന് വെച്ചാൽ രാത്രി നമ്മൾ അതായത് ഈ കോർക്ക് വെച്ച് പൊട്ടിക്കുകയാണെങ്കിൽ ഇത് കണ്ടാൽ ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും. അല്ലെങ്കിൽ അത് മാത്രമല്ല ഒരു തീയൊക്കെ പോകുന്ന രീതിയിൽ ഞാൻ നൈറ്റ് ഷോട്ടും കൂടെ ഇതിൽ ആഡ് ചെയ്യാം. എന്തായാലും നമുക്ക് ആ പരീക്ഷണം ഒന്ന് കാണാം. സോ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലെ വീഡിയോസ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അതുമാത്രമല്ല നിങ്ങൾക്ക് എയർ ഗണ്ണിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായങ്ങളുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. ഞാൻ ഒരുപാട് വീഡിയോസ് 3-4 വീഡിയോസ് ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഗണ്ണിനെ കുറിച്ചും എയർ ഗണ്ണിനെ കുറിച്ചും. സോ ഗൈസ്, അപ്പോൾ ആദ്യം നമുക്ക് ഈ റേഞ്ചർ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഇത് റേഞ്ചർ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ കോർക്ക് ഗണ്ണാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നതായിരിക്കും. ആദ്യം നമുക്ക് ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം ഇതിൻ്റെ ലിവർ ബാക്കിലോട്ട് വലിച്ചു വയ്ക്കുക. എന്നിട്ട് ഇതാണ് കേട്ടോ കോർക്ക് എന്ന് പറഞ്ഞ സാധനം. ഈ സാധനം ഇതിൻ്റെ അകത്തോട്ട് ഇങ്ങോട്ട് വെച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു ഹാർഡ് സർഫേസിലോട്ട് 2-3 അടി കൊടുക്കുക. ഇപ്പോൾ ഓക്കെ ആയി. ഇപ്പം അബദ്ധത്തിൽ പോലും ഇങ്ങനെയെന്ന് വെച്ചാൽ അടുത്ത് വെച്ച് ഇത് പൊട്ടരുത്. പൊട്ടിക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വരുന്ന പുകയും ചിലപ്പം ഒരുതരം മണ്ണും പൊടിയൊക്കെ വന്ന് ദേഹത്ത് വീഴുന്നത് നമുക്ക് ഹാംഫുള്ളാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ സൗണ്ട് എന്നിപ്പോൾ ഞാൻ കാണിച്ചു തരാം. നേരത്തെ ഞാൻ പറഞ്ഞത് നൈറ്റിൽ ഇത് ഷൂട്ട് ചെയ്യുമ്പോഴുള്ള ഇത് വെച്ച് നമ്മൾ ഫയർ ചെയ്യുമ്പോഴുള്ള ഇതിൻ്റെ ഒരു ബ്യൂട്ടി ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു. കണ്ടോ? അടിപൊളിയല്ലേ? ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ? ഇതാണ് ഇതിൻ്റെ ഒരു സൗണ്ടും പവറും. നമുക്ക് ഈ കോർക്ക് തന്നെ 3-4 ടൈപ്പ് ഉണ്ട്. വലിപ്പം കൂടുന്നതനുസരിച്ച് അതിൻ്റെ സൗണ്ടും കൂടും. ഞാനിത് മേടിച്ചിരിക്കുന്നത് XXX കോർക്ക് അങ്ങനെ എന്തോ ആണ്. അത്യാവശ്യം നല്ല സൗണ്ടുണ്ട്. വീട്ടിൽ മരത്തിൻ്റെ മേളിലേക്ക് ഇരുന്ന് ശല്യം ചെയ്യുന്ന കാക്കകളെ ഓടിച്ചുവിടാനും അങ്ങനെ കുറച്ച് ആവശ്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. കണ്ടാലും ഒരു ഒറിജിനാലിറ്റി ഒക്കെ ഫീൽ ചെയ്യും. ഇത് പൊട്ടുന്ന രീതി കണ്ടാൽ, അതായത് നൈറ്റ് ഇത് പൊട്ടിക്കുവാണെങ്കിൽ നല്ലൊരു ലൈറ്റോടുകൂടിയായിരിക്കും ഇത് പൊട്ടുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സംഭവങ്ങളുണ്ട്. സോ ഇനി അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ പ്രെസിഹോളിൻ്റെ NX200 അധീനം എന്ന് പറഞ്ഞ ആ സാധനത്തിനകത്ത് ഈ കോർക്ക് ഗൺ വെച്ച് കോർക്ക് ഗണ്ണല്ല, കോർക്ക് വെച്ചൊന്ന് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ അതിൻ്റെ പവറും സൗണ്ടും എങ്ങനെ ഇരിക്കുന്നതെന്ന് കാണാം. അപ്പോൾ ഗൈസ്, ഇതാണ് പ്രെസിഹോളിൻ്റെ NX200 അധീനം എന്ന് പറഞ്ഞ എയർ റൈഫിൾ. ഇതിൻ്റെ വീഡിയോ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ കോർക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ വെച്ച് ഫിക്സ് ചെയ്തതിന് ശേഷം വെടിവെക്കാൻ പോവുകയാണ്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു എഫക്റ്റ് എന്ന് കാണാം. അത് സത്യം പറഞ്ഞാൽ അടിപൊളിയാണ് സംഭവം. അപ്പോൾ കോർക്ക് എങ്ങനെ വെക്കുമെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ വെച്ചത് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ തിരികെ വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ വെച്ചതിന് ശേഷം ചെറിയൊരു ടേപ്പ് വെച്ച് ഒരു സെല്ലോ ടേപ്പോ ഇൻസുലേഷൻ ടേപ്പോ വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്യും. എന്നിട്ടാണ് നമ്മൾ പൊട്ടിക്കാൻ പോകുന്നത്. നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ടേപ്പൊക്കെ ഒട്ടിച്ച് കോർക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആരെങ്കിലും പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തെന്ന് പറഞ്ഞാൽ എന്നെ പോലീസ് പിടിച്ചുകൊണ്ടും. ആരും പേടിപ്പിക്കാൻ വേണ്ടി ചെയ്യരുത്. നമുക്ക് ഒരു ഷോ കാണിക്കാൻ വേണ്ടി വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ആകാശത്തോട്ടൊക്കെ വെടിവെച്ച് പട്ടിഷോ കാണിക്കാം. അതിനൊക്കെ വേണ്ടി ഉപയോഗിക്കാം. എന്നാലും ഇതുപോലത്തെ ഗണ്ണിൽ നിന്ന് കോർക്ക് തെറിച്ച് പോകുമ്പോൾ പെല്ലറ്റ് തെറിച്ച് പോകുമ്പോൾ സൂക്ഷിക്കണം. അതായത് മറ്റേതുപോലല്ല, നമ്മൾ അതിൻ്റെ സേഫ്റ്റി നോക്കി യൂസ് ചെയ്യാവും. അപ്പോൾ ഞാൻ ഇതെങ്ങനെ സംഭവം കാണിച്ചിട്ട് ഇതുവരെ ഞാൻ ഇതിനകത്ത് ലോഡ് ചെയ്തിട്ടില്ല. ലോഡ് ചെയ്യാനായി നമ്മളുടെ ലിവറിലല്ലോ എന്താണ് പറയുന്നത്, ബാരൽ നമ്മൾ സക്സസ്ഫുള്ളി ലോഡ് ചെയ്തിരിക്കുകയാണ്. ഇതിന് നമ്മൾ ഇതിൻ്റെ ലോക്ക് മാറ്റി അൺലോക്ക് ആക്കുക. എന്നിട്ട് സേഫായ സ്ഥലത്തോട്ട് നോക്കി എയിം ചെയ്തതിന് ശേഷം ഇതിലെ കോർക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇതാണ് കോർക്ക്. ഓക്കെ, ഇനി നമുക്ക് ഷൂട്ട് ചെയ്യാം. ജസ്റ്റ് ചുമ്മാ എങ്ങോട്ടെങ്കിലും വയ്ക്കാം. പിടിക്കട്ടെ. ചെവി പോയി. കണ്ടൂടെ ചെവിയും കേട്ടൂടാ. അയ്യോ, എനിക്കിതിൽ നിന്ന് മനസ്സിലായ ഗുണപാഠം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കോർക്കിൽ വന്ന് അടിക്കുന്ന എഫക്റ്റ്, അതായത് എനർജി അനുസരിച്ചിരിക്കും അതിൽ നിന്ന് കേൾക്കുന്ന സൗണ്ട്. അതായത് പവർ കുറഞ്ഞ ഒരു എയർ റൈഫിളിലാണ് കോർക്ക് വെച്ചിട്ട് പൊട്ടിക്കുന്നതെങ്കിൽ അതിൻ്റെ സൗണ്ട് കേൾക്കും. ഇപ്പം കോർക്ക് ഗണ്ണിലാണ് പൊട്ടിക്കുന്നതെങ്കിൽ അതിൻ്റെതേ കേൾക്കും. പക്ഷേ ഇതുപോലെ പവറുള്ള എയർ റൈഫിളിലൊക്കെ കോർക്ക് വെച്ച് പൊട്ടിച്ചാൽ ഇതുപോലെ ചെവി സീനാവും. കോർക്കിൻ്റെ സൗണ്ട് കാണിച്ച സ്ഥിതിക്ക് ഞാൻ ഈ ഗണ്ണിൻ്റെ ഒറിജിനൽ സൗണ്ട് കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവണ്ട. ഒറിജിനൽ സൗണ്ട് ഇപ്പോൾ കാണിച്ചു തരാം ഗൈസ്. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ സൗണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പം കോർക്കിൻ്റെ സൗണ്ട് നിങ്ങൾ കണ്ടല്ലോ. ഇനി അടുത്ത നമ്മൾ കാണിക്കാൻ പോകുന്ന പരിപാടി നമ്മുടെ സ്ഥിരം വേട്ടമൃഗമായ ആൻവിസൻ്റെ എയർ റിവോൾവർ. സോ ഇതിലും കൂടെ നമ്മൾ കോർക്ക് വെച്ചൊന്ന് പൊട്ടിച്ച് നോക്കാം എങ്ങനെ ഇരിക്കുന്നു നോക്കാം. വേറൊരു കാര്യം എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഞാൻ ഫയർ ചെയ്ത സ്ഥലത്ത് മനുഷ്യരോ മൃഗങ്ങളോ കാക്കയോ പൂച്ചയോ ഒന്നും ഇല്ലായിരുന്നു. അത് ഒരു അയ്യോ അല്ലല്ലോ, ഇത് നമ്മൾ ഈ നാട്ടിൽ പറയുന്ന ഒരു പറമ്പ്, ആളൊഴിഞ്ഞ പറമ്പും കാടും പിടിച്ചിറങ്ങുന്ന സ്ഥലമാണ്. അവിടെ
അവിടെ സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമാണ് ഞാൻ ഫയർ ചെയ്തത്. സോ കമൻറ്റിൽ വന്നിട്ട് ആൾക്കാരെ ഒന്നും വെടിവെക്കരുതെന്ന് പറഞ്ഞാലും കമൻറ്റ് ചെയ്യരുത്. എല്ലാം സേഫ് ആണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് ഞാൻ ഫയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഈ ഗണ്ണ് മേടിക്കാൻ താല്പര്യമുള്ളവർ, അതായത് ഇതിൻ്റെ പേര് റേഞ്ചർ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ടോയ് കാറ്റഗറിയിൽ വരുന്ന ഗണ്ണാണിത്. അപ്പം ഇത് നമുക്ക് ഓൺലൈനിൽ മേടിക്കാം. നിങ്ങൾക്ക് ഓൺലൈനിൽ സെർച്ച് ചെയ്താൽ ഇതിൻ്റെ സ്ഥലത്ത് പോയി മേടിക്കാം. ഇതിൻ്റെ വില വരുന്നത് ഏകദേശം 1000-1500 രൂപയ്ക്കകത്ത് മാത്രമാണ് ഇതിൻ്റെ വില വരുന്നത്. പല ഗണ്ണ് അവൈലബിൾ ആണ്. അതൊന്നും കണ്ട ഒരു ഫിനിഷിങ്ങോ ഒറിജിനാലിറ്റി ഫീലോ ഇല്ല. ഇതാകുമ്പോൾ നല്ല ഫിനിഷിങ്ങിൽ അവർ ചെയ്തിട്ടുണ്ട്. ഒരു വേൾഡ് വാർ എന്ന് പറഞ്ഞൊരു കോർക്ക് ഗണ്ണ് അവൈലബിൾ ആണ്. അതിനെക്കാട്ടി നല്ലത് ഇത് മേടിക്കുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ എന്ന് വെച്ചാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാക്ക ഓടിക്കാനൊക്കെ എടുക്കാം. ദീപാവലിക്കും പെരുന്നാളിനൊക്കെ പടക്കം പൊട്ടിക്കാൻ, ഓണത്തിനൊക്കെ രാത്രി ഇരുന്ന് പടക്കം പൊട്ടിക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. അതേ ഉള്ളൂ ഇതിൻ്റെ ഗുണം. പിന്നെ ഈ പറയുന്ന പോലെ സൗണ്ട് വെച്ച് ഫയർ ചെയ്യാം. അപ്പം കുഴപ്പമില്ല, അത്യാവശ്യം നല്ല സാധനമാണ്. ഈ ഒരു പ്രൈസിൽ കുഴപ്പമില്ല ഈ സാധനം. സോ നമ്മൾ നമ്മുടെ ഡാൻ വെസിൻ്റെ എയർ റിവോൾവറിൽ കോർക്ക് വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. കാണാനൊക്കെ വൃത്തികേടാണ്, എന്നാലും നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇത് എങ്ങനെ വർക്ക് ചെയ്തെന്ന് അറിയാൻ വേണ്ടി നമുക്കൊരു പരീക്ഷണാർത്ഥം പൊട്ടിച്ച് നോക്കാം. ഞാൻ ഓൾറെഡി പൊട്ടിച്ച് നോക്കി, നല്ല സൗണ്ട് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് ഒന്നും കൂടെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പരീക്ഷിക്കുന്നത്. എനിവേ, സൗണ്ട് കേട്ടോളൂ ഗൈസ്. നമുക്ക് സിംഗിൾ ആക്ഷനിലിട്ട് ഫയർ ചെയ്യാം. അയ്യോ, ഇപ്പം ചെവി ശരിക്കും പോയല്ലേ, ശരിക്കും പോയി ചെവി. ഒരു കാര്യം ഞാൻ പറയാനും ചെയ്യാനും വിട്ടുപോയി. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്യുമ്പം അതായത് ചെവിയിൽ ബഡ്സോ അല്ലെങ്കിൽ ബഡ്സ് മീൻസ് ഒരു നോയിസ് ക്യാൻസലേഷനുള്ള ഏതെങ്കിലും ബഡ്സോ കാര്യങ്ങളോ വെക്കുന്നത് വളരെ ഉപകാരപ്പെടും. നിങ്ങളുടെ കേൾവിശക്തിക്ക് ഉപകാരപ്പെടും. എനിക്കിപ്പോൾ ചെവിയിൽ പീന്ന് സൗണ്ട് കേട്ടുകൊണ്ടിരിക്കുക. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതിൻ്റെ ഒറിജിനൽ സൗണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡിഫറൻസ് ഏറെക്കുറെ മനസ്സിലാവും. അതായത് കോർക്ക് വെച്ച് പൊട്ടിക്കുമ്പോഴും നോർമലി പൊട്ടിക്കുമ്പോഴുള്ള ഒറിജിനൽ ഡിഫറൻസ് മനസ്സിലാവും. ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇതൊന്നുമില്ല, ജസ്റ്റ് സൗണ്ടൊന്നുമില്ല, ഒരു നോർമൽ, അതേ പറയാനുള്ളൂ. അപ്പം ഗൈസ്, എൻ്റെ ആഗ്രഹം ഇത്രയേ ഉള്ളായിരുന്നുള്ളൂ. ഈ ഒരു കോർക്ക് ഗണ്ണ് നിങ്ങളെ പരിചയപ്പെടുത്തി തരിക, എങ്ങനെയാണ് കോർക്ക് ഗണ്ണിൽ സൗണ്ട് ചെയ്യുന്നതും വർക്ക് ചെയ്യുന്നതൊക്കെ ഒന്ന് കാണിച്ചു തരിക എന്നുള്ള ഉദ്ദേശം മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഒരിക്കലും ഞാൻ ഫയർ ചെയ്തപ്പം പെല്ലറ്റ്, എനിക്ക് തോന്നുന്നു മാനുഫാക്ചറിങ് ഡിഫക്റ്റ് മൂലം ആയിരിക്കണം, പെല്ലറ്റിൻ്റെ സൈസ് ആയിരിക്കണം പ്രശ്നമാക്കിയത്. അതായത് പെല്ലറ്റ് ബാരലിൽ കയറി ലോക്കായി. അപ്പം ഞാൻ ഫയർ ചെയ്തിട്ട് പെല്ലറ്റ് പോയില്ല. ഞാൻ വീണ്ടും ലോഡ് ചെയ്തു, വീണ്ടും ഫയർ ചെയ്തപ്പോൾ സംഭവിച്ചതെന്ന് വെച്ചാൽ ജാമായ സാധനം കൂടുതൽ ജാമാവുകയും പുറകെ വന്ന പെല്ലറ്റും മറ്റവൻ്റെ കൂടെ ഒട്ടിച്ചേർന്നിരിക്കുകയും ചെയ്തു. അപ്പോൾ എന്താ ചെയ്യുന്നു വെച്ചാൽ ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ 2 സ്ക്രൂ ഊരാൻ പറ്റും. റിവോൾവർ ആയതുകൊണ്ട് തന്നെ നമുക്ക് തന്നെ ഊരി പണിയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഊരിയിട്ട് ഒരു മറ്റേ പപ്പടം കുത്തുന്ന കമ്പിയില്ല, ആ കമ്പി വെച്ച് അകത്തോട് ഒരു കുത്തുകൊടുത്തപ്പോൾ സാധനം ഇറങ്ങി വന്നു. സോ പിന്നെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് തോന്നുന്നു ഞാൻ യൂസ് ചെയ്ത പെല്ലറ്റിൻ്റെ പ്രശ്നമായിരുന്നു. എനിക്ക് തോന്നുന്നില്ല, അത് തന്നെയായിരുന്നു പ്രശ്നം. സൈസിൽ ചെറിയൊരു ഡിഫറൻസ് വന്നപ്പോഴാണ് അങ്ങനെ പ്രോബ്ലം ഉണ്ടായത്. ബാക്കി വീഡിയോസ് ഒന്നും കാണാത്തവർ കണ്ടിട്ട് വരിക എന്ന് അഭ്യർത്ഥനയോടുകൂടി എല്ലാം നിർത്തുന്നു. ബൈ ബൈ.